ഇന്ന് ഉത്രട്ടാതി വള്ളംകളി ആറന്മുള. ഇത് ആറന്മുള രാവിലത്തെ വള്ളംകളിയുടെ ഒരുക്കങ്ങളാണ്. അത്തപ്പൂവൊക്കെ ഇട്ട് അപ്പോൾ നിങ്ങൾ കണ്ട് നോക്കുക, കുറേ ഉണ്ട്. ഇതെൻ്റെ കുഞ്ഞൂസ് എടുത്ത വീഡിയോ കേട്ടോ, അതിൻ്റേതായിട്ടുള്ള ക്ലാരിറ്റിയൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു വാക്കാണ് പമ്പ. പമ്പയുടെ ഉത്ഭവം തന്നെ ചരിത്രത്തെ, മതസൗഹാർദ്ദത്തിന്റെ ചരിത്രത്തെ, ഉച്ചനീചത്വമില്ലാത്ത ചരിത്രത്തെ വിളിച്ചോതുന്ന ഒന്നാണ്. പമ്പയുടെ ഉത്ഭവം മാതങ്കൻ എന്ന് പറയുന്ന മഹർഷി, നീതി എന്ന് പറയുന്ന ഒരു കാട്ടുജാതിക്കാരിയായ ഒരു പെൺകുട്ടി അന്ന് അവൾ പാദപൂജ ചെയ്തിരുന്നു. അതിൽ പ്രീതിപ്പെട്ട മാതങ്കൻ അവളെ ഭൂമിയിൽ ഒരിക്കലും വറ്റി വരാത്ത നദിയായി, ജലമായി ഒഴുകട്ടെ എന്ന് അനുഗ്രഹിച്ച ആ നദിയാണ് പിന്നീട് പമ്പയെന്ന് സൈന്ധവ സംസ്കാരം പേരിട്ട് വിളിച്ചത്. ഓ പാപനാശിനിയായ പമ്പ, അങ്ങ് ശബരിമലയിൽ നിന്ന് പാപങ്ങളെല്ലാം കഴുകി ഇതിലൂടെ കൊണ്ടുപോയി സമത്വത്തെയും ശുദ്ധമാക്കുന്ന ഇവിടെ ആറന്മുള ഉത്രട്ടാതിയിലെ മനോഹരമായ ഐതിഹ്യ പെരുമയുള്ള പേരും പെരുമയുള്ള പള്ളിയോടങ്ങൾ എങ്ങനെ ആടയാഭരണങ്ങളെങ്കിൽ മുത്തുക്കുടകളുണ്ട്. വെച്ചുപാട്ടിന്റെ ആറന്മുള ശൈലിയുടെ പാട്ടിന്റെ പെരുമ തീർത്തുകൊണ്ട് കടന്നു പോവുകയാണ്. പാട്ടാശന്മാരുണ്ട്, പാട്ടുകാരുണ്ട്, വള്ളംകളിക്കാരുണ്ട്. വള്ളംകളിക്കാരെന്ന് പറയുമ്പോൾ ആറന്മുള നിവാസികളെ ഒന്നറിയണമെങ്കിൽ വേറൊന്നുമില്ല. ഹരിനാമ സങ്കീർത്തനം ഗോവിന്ദാന്ന് ഏതെങ്കിലും പറന്നു പോകുന്ന വിമാനത്തിൽ നിന്നൊന്ന് വിളിച്ചാലും ഹരി ഗോവിന്ദ എന്ന് ഏറ്റുപാടുന്ന സംസ്കാരമുള്ളവരാണ് ആറന്മുളക്കാർ. അവരെ അങ്ങനെ അറിഞ്ഞാൽ മതി. പാട്ടിന്റെ നാടാണ്, വള്ളസദ്യയുടെ നാടാണ്. വള്ളസദ്യ എന്ന് വെച്ചാൽ ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ 70 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന വള്ളസദ്യ വിഭവസമൃദ്ധമായ സദ്യ വിളക്കി കൊടുക്കുന്ന നാടാണ്. പാട്ടുപാടി ഉണ്ണുന്ന നാടാണ്. പാട്ടുപാടി അനുഭവിക്കുന്ന നാടാണ്. പാട്ടിന്റെ സംസ്കാരം ഉരുവിടുന്ന നാടാണ്. അങ്ങനെ പേരിലും പെരുമയിലും ചരിത്രത്തിലും പാരമ്പര്യത്തിലും എന്നും കളഞ്ഞു നിൽക്കുന്ന സംസ്കാരത്തെ ഊട്ടിയുറപ്പിക്കുന്ന നാടിന്റെ പേര് ചരിത്രമാണ്. അവരുടെ സൗഹൃദമാണ്, അവരുടെ ഓണക്കാഴ്ചയാണ്, തിരുമുൽക്കാഴ്ചയാണ് ഈ ചരിത്രപ്രസിദ്ധമായ ഉത്രട്ടാതി ജലോത്സവം. അതിന്റെ ആഘോഷപരമായ വർണ്ണസഫലമായ ഈ ജലഘോഷയാത്ര ലോകത്തെങ്ങും കാണാൻ പറ്റിയല്ല. 18 അടി മുതൽ 20 അടി വരെ അമരപ്പുറമുള്ള പള്ളിയോടങ്ങൾ അങ്ങനെ പാടി തുഴഞ്ഞ് കടന്നു പോകുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആബാലവൃദ്ധ ജനങ്ങളുടെയും അക്ഷീരത്തെ അല്ലെങ്കിൽ അക്ഷകൂടത്തെ കണ്ണിന്റെ കരിമിഴിയെ നിറച്ചുള്ള കാഴ്ചകൾ കാഴ്ചകൊണ്ടാണ് ഇവിടെ പോയി പള്ളിയോടങ്ങൾ കടന്നു പോകുന്നത്. തുടർന്നുള്ളവർക്ക് വേണ്ടി ശ്രീ ജോളിയിലേക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. താങ്ക് യു മിസ്റ്റർ പാവാലം ഷാജി ചേരവാൻ. ബഹുമാന്യരായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവ പ്രേമികൾക്ക് നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ളവർക്ക് നമസ്കാരം അർപ്പിച്ചുകൊണ്ട് 2024 ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന്റെ ആവേശകരമായ വർണ്ണാഭമായ വർണ്ണപകിട്ടാർന്ന ജലഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതേ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലകാല സ്മരണകള് മലയാളികളുടെ മനസ്സിൽ ഉണർത്തുമ്പോൾ, ഓണനാളുകളിലൂടെ കടന്നു പോകുമ്പോൾ അതേ വള്ളവും